മന്ത്രി കെ വി ഗണേഷ് കുമാറിന് ഇപ്പോൾ അത്ര നല്ല കാലമല്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. 2 ദിവസം മുൻപാണ് കൊട്ടാരക്കരയിലെ വാളകത്തെ സ്വന്തം വീട്ടിൽ വെച്ച് ഗണേഷ് കുമാറിനെ ഭാര്യ തന്നെ അവിഹിത ബന്ധം പിടികൂടുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടത്. അതിനുശേഷം ഭാര്യ ബിന്ദു മേനോൻ തന്നെ ഗണേഷ് കുമാറിനെതിരെ രൂക്ഷമായ വിമർശനങ്ങളുമായിട്ടും ആരോപണങ്ങളുമായിട്ടും രംഗത്ത് വന്നു. തന്നെ കഴിഞ്ഞ കുറെ കാലമായിട്ട് ഗണേഷ് കുമാർ മർദ്ദിക്കാറുണ്ട്, ശാരീരിക ഉപദ്രവം ഏൽപ്പിക്കാറുണ്ട്. ഇത്തരത്തിൽ നിരവധി പല സ്ത്രീകളുമായിട്ട് ഗണേഷ് കുമാറിന് ബന്ധമുണ്ട്. അതിനൊക്കെ തന്നെ ഒത്താശ ചെയ്യുന്നത് ഈ പറയുന്ന പോലെ ഗണേഷ് കുമാറിന്റെ സ്റ്റാഫ് അംഗങ്ങളാണ് എന്നതുൾപ്പെടെയുള്ള ആരോപണങ്ങൾ ബിന്ദു മേനോൻ ഉയർത്തി. മാത്രവുമല്ല, കഴിഞ്ഞ ശനിയാഴ്ച ഇത്തരത്തിൽ സ്വന്തം ഭർത്താവിന്റെ അവിഹിതം നേരിട്ട് കണ്ട് പിടിക്കുമ്പോൾ അത് താൻ മൊബൈൽ ഫോണിൽ ചിത്രീകരിക്കുകയും അത് തടയാൻ ഗണേഷ് കുമാർ തന്റെ സ്റ്റാഫ് അംഗമായിട്ടുള്ള വ്യക്തിയോട് പറയുകയും ചെയ്തു. ശാന്തൻ എന്ന് പറയുന്ന സ്റ്റാഫ് അംഗത്തോട് പറഞ്ഞു. അദ്ദേഹം തന്റെ കയ്യിൽ കയറി പിടിക്കുകയും തന്റെ ഫോൺ തട്ടിപ്പറിക്കാൻ ശ്രമിക്കുകയും ചെയ്തു. പ്രദീപ് എന്ന് പറയുന്ന സ്റ്റാഫ് അംഗം തന്നെ മുറിയിൽ പൂട്ടിയിട്ട് പുറത്തേക്ക് പോകാൻ അനുവദിച്ചില്ല. അത്തരത്തിലുള്ള ഗുരുതരമായ ആരോപണങ്ങൾ ഗണേഷ് കുമാറിനെതിരെ ദൃശ്യമാധ്യമങ്ങളിലൂടെ ബിന്ദു മേനോൻ ഉയർത്തി. വലിയ രീതിയിൽ ഒരുപക്ഷെ ഗണേഷിന്റെ മന്ത്രിസ്ഥാനത്ത് നിന്നുള്ള രാജിയിലേക്ക് വരെ കാര്യങ്ങൾ എത്തുമെന്നാണ് വിലയിരുത്തപ്പെട്ടത്. എന്നാൽ തൊട്ടു പിറ്റേ ദിവസം ഈ വിഷയങ്ങൾക്കൊക്കെ തന്നെ ഗണേഷ് കുമാർ തന്നോട് മാപ്പ് ചോദിച്ചു. അതുകൊണ്ട് താൻ മാപ്പ് കൊടുത്തു. ഇതൊക്കെ ഒരു കുടുംബ പ്രശ്നമായിട്ട് മാത്രമേ കാണുന്നുള്ളൂ, മറ്റാരും ഇതിൽ കൂടുതൽ ഇടപെടേണ്ടതില്ല, തനിക്ക് യാതൊരു പരാതിയുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ബിന്ദു മേനോൻ രംഗത്തെത്തി ആ പ്രശ്നം സോൾവ് ചെയ്യുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത്. അതിനിടയ്ക്ക് വലിയ രീതിയിലുള്ള ഒരു നീക്കം നടന്നു. ഒരു രക്ഷാപ്രവർത്തനം എന്നുള്ള നിലയിൽ ഗണേഷ് കുമാറിന്റെ രാജി ആസന്നമായ ഒരു സാഹചര്യത്തിൽ രക്ഷാപ്രവർത്തനം എന്നുള്ള നിലയിൽ പല ഉന്നതരും ഈ വിഷയത്തിൽ ഇടപെടുകയും ബിന്ദു മേനോനെ സ്വാധീനിക്കുകയും ചെയ്ത് അത്തരത്തിൽ ഒരു നീക്കം നടത്തിയതാണ് അങ്ങനെ ഗണേഷ് കുമാറിന്റെ മാപ്പിൽ ആ പ്രശ്നം അവസാനിക്കാൻ കാരണമെന്നാണ് വിലയിരുത്തപ്പെട്ടത്. കഴിഞ്ഞ ദിവസം കൊട്ടാരക്കരയിലെ മജിസ്ട്രേറ്റ് കോടതിയിൽ നിന്നും ഗണേഷ് കുമാറിന് വലിയൊരു തിരിച്ചടി ഉണ്ടായി. അത് സോളാർ കേസുമായി ബന്ധപ്പെട്ടുള്ളതാണ്. സോളാർ കേസിലെ വിചാരണ നടപടികൾ നിർത്തിവെക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഗണേഷ് കുമാർ ഒരു ഹർജി സമർപ്പിച്ചിരുന്നു. എന്നാൽ ആ ഹർജി ഉടനെ അംഗീകരിക്കാൻ കഴിയില്ല, വിചാരണ തുടരട്ടെ എന്നൊരു തീരുമാനമാണ്, വിധിയാണ് കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായത്. ആ കേസ് ഗണേഷ് കുമാറിനെ ശരിക്കും പ്രതികൂലമായി തന്നെ രാഷ്ട്രീയമായും ഒക്കെ ബാധിക്കുന്ന ഒന്നാണ്. അതായത് ആ സോളാർ കേസിലെ പരാതിക്കാരിയുടെ പേരിൽ എഴുതിയ കത്തിൽ 4 പേജുകൾ കൂട്ടിച്ചേർത്തുകൊണ്ട് ഒരു കത്ത് പുറത്തു വന്നിരുന്നു. അതിനകത്താണ് മുൻ മുഖ്യമന്ത്രിയെ ഉമ്മൻചാണ്ടി ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ നേതാക്കൾക്കെതിരെ ലൈംഗിക പീഡന ആരോപണങ്ങൾ ഉയർത്തിയത്. ആ കത്ത് വ്യാജമാണ്, പിന്നീട് തയ്യാറാക്കിയതാണ് എന്ന ഒരു വെളിപ്പെടുത്തൽ വന്നിരുന്നു. അതുമായി ബന്ധപ്പെട്ട് ഈ 4 പേജുകൾ കൂട്ടിച്ചേർക്കപ്പെട്ടതിന് പിന്നിൽ ഗണേഷ് കുമാറാണ്, ഗണേഷ് കുമാറിന്റെ ഗൂഢാലോചനയാണ് അതിന് പിന്നിൽ എന്ന ഒരു ഹർജിയാണ് അവിടെ നിലനിൽക്കുന്നത്. അതിൽ ഗണേഷ് കുമാറിനെതിരെ ഇതിനോടകം തന്നെ നിരവധി പേര് മൊഴി നൽകിയിട്ടുമുണ്ട്. അപ്പോൾ അതിന്റെ വിചാരണ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ നിർത്തിവെക്കണമെന്നാണ് ഗണേഷ് ആവശ്യപ്പെട്ടത്. എന്നാൽ ആ ആവശ്യം അംഗീകരിക്കാൻ കഴിയില്ല എന്ന് കോടതി വ്യക്തമാക്കി ഗണേഷിന്റെ ഹർജി തള്ളി. അപ്പോൾ അത്തരത്തിൽ വളരെ ഗുരുതരമായിട്ടുള്ള 2 വിഷയങ്ങളിൽ ഗണേഷ് പ്രതിസ്ഥാനത്ത് അല്ലെങ്കിൽ ഗണേഷിന് പ്രതികൂലമായിട്ടുള്ള ഒരു അവസ്ഥയാണ് നിലവിലുള്ളത്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ നിന്ന് ഒരു കേരളത്തിലെ ഒരു പ്രമുഖ പത്രം ചില വാർത്തകൾ പുറത്തു കൊണ്ടുവരികയാണ്. അത് ഗണേഷ് കുമാറിന്റെ ഭാര്യയുമായി ബന്ധപ്പെട്ടുള്ള ചില കാര്യങ്ങളാണ്. ഗണേഷിന്റെ വഴിവിട്ട ചില ബന്ധങ്ങളെ കുറിച്ചാണ് ഭാര്യ ബിന്ദു മേനോൻ 2 ദിവസം മുൻപ് വെളിപ്പെടുത്തിയതെങ്കിൽ ഇപ്പോൾ ഗണേഷിന്റെ ഭാര്യയ്ക്ക് വഴിവിട്ട് സംസ്ഥാന സർക്കാർ ചില കരാറുകൾ നൽകിയതിന്റെ വെളിപ്പെടുത്തലുകളാണ് ഒരു പത്രം നടത്തിയിരിക്കുന്നത്. സംസ്ഥാന സർക്കാരിന്റെ കീഴിലുള്ള പൊതുമേഖലാ സ്ഥാപനങ്ങളായിട്ടുള്ള കെയർഫെഡ്, ഒപ്പം തന്നെ മിൽമ എന്നിവയുടെ ഉൽപ്പന്നങ്ങൾ വിദേശ രാജ്യത്ത് വിൽക്കാനുള്ള കരാറ് അത് ഗണേഷ് കുമാറിന്റെ ഭാര്യയായിട്ടുള്ള ബിന്ദു മേനോന്റെ കമ്പനിക്ക്, ബിന്ദു മേനോൻ CEO ആയിട്ടുള്ള ബിഗ് നൈറ്റ് സൺ ഗ്ലോബൽ എന്ന് പറയുന്ന കമ്പനിക്ക് വഴിവിട്ട് നൽകി എന്നതാണ് ഈ പത്രത്തിലെ വാർത്തയിൽ പറയുന്നത്. ഗണേഷ് കുമാറിന്റെ കുടപ്പനക്കുന്നിലെ വസതിയിലെ അഡ്രസ്സിലാണ് ഈ കമ്പനി രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ബിഗ് നൈറ്റ് സൺ ഗ്ലോബൽ എന്ന് പറയുന്ന കമ്പനി രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. അതിന്റെ വെബ്സൈറ്റിൽ CEO ആയിട്ട് കാണിച്ചിരിക്കുന്നത് ഗണേഷ് കുമാറിന്റെ ഭാര്യയായിട്ടുള്ള ബിന്ദു മേനോനെയാണ്. ഈ ബിന്ദു മേനോന്റെ പേരിലുള്ള ഈ കമ്പനിക്ക് കെയർഫെഡും ഒപ്പം തന്നെ മിൽമയും ഈ വിജ്ഞാപനം ഇറക്കുകയോ ചെയ്യാതെ, താല്പര്യപത്രം ക്ഷണിക്കുകയോ ഒന്നും തന്നെ ചെയ്യാതെ, യാതൊരു മത്സര രീതിയും പാലിക്കാതെ ഈ കരാറ്, വലിയൊരു കരാറ് 2 സ്ഥാപനങ്ങളും കൊടുത്തു എന്നതാണ് പ്രധാനപ്പെട്ട ആരോപണമായിട്ട് ഉയർന്നിരിക്കുന്നത്. കെയർഫെഡ് ഇതിൽ പറയുന്നത് മൊത്ത വ്യാപാരത്തിനായിട്ട് ഈ വെളിച്ചെണ്ണയുടെ മൊത്ത വ്യാപാരത്തിനുള്ള ഒരു ഏജന്റിന്, അതിന് കമ്പനിക്ക് അത്തരത്തിൽ കരാറുകളൊന്നും കൊടുക്കാറില്ല എന്നാണ് ഈ കെയർഫെഡ് അതിന് വിശദീകരണമായിട്ട് പറയുന്നത്. അതേസമയം തന്നെ ഇത്തരത്തിൽ ഒരു പ്രധാനപ്പെട്ട ഒരു കരാറ്, വിദേശത്ത് ഉൽപ്പന്നങ്ങൾ വിൽക്കുന്നതിനുള്ള ഒരു കരാറ്, അതില് ഈ പറയുന്ന പോലെ വിജ്ഞാപനം ക്ഷണിക്കാതെ അല്ലെങ്കിൽ താല്പര്യപത്രം ക്ഷണിക്കാതെ ഉള്ള ഒരു കരാറ്
നൽകിയത് അത് ഗുരുതരമായിട്ടുള്ള ചട്ടലംഘനമാണ്. മാത്രവുമല്ല, മന്ത്രിയുടെ പത്നിക്ക് ഇത്തരത്തിലൊരു കരാറ് കൊടുത്തതിലും ചില പ്രശ്നങ്ങളുണ്ട്. അത്തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ തന്നെ ചില ഉന്നതരൊക്കെ തന്നെ ചൂണ്ടിക്കാട്ടിയെങ്കിലും അതിനോട് പ്രതികരിക്കാൻ ഇതുവരെയും കേരഫെഡ് തയ്യാറായിട്ടില്ല. കേരഫെഡിന്റെ ഉൽപ്പന്നങ്ങൾ, വെളിച്ചെണ്ണ ഉൾപ്പെടെയുള്ള ഉൽപ്പന്നങ്ങൾ ദുബായിൽ വിൽക്കാനും ഒപ്പം തന്നെ മിൽമയുടെ ഉൽപ്പന്നങ്ങൾ ഓസ്ട്രേലിയ, ന്യൂസിലൻഡ് പോലെയുള്ള രാജ്യങ്ങളിൽ വിൽക്കാനാണ് കരാർ ഏർപ്പെട്ടിരിക്കുന്നത്. കേരഫെഡ് ഈ പറയുന്ന ബിന്ദു മേനോന്റെ കമ്പനിയുമായി കരാർ ഒപ്പിടുന്നത് 2024 നവംബർ 16-നാണ്. എന്നാൽ ഈ കരാർ ഒപ്പിടുന്ന സമയത്ത് കമ്പനി അവർക്ക് സബ്സിഡി നിരക്കിൽ ഈ വെളിച്ചെണ്ണ നൽകണമെന്നൊരു ആവശ്യം ഉയർത്തി. അത് വലിയ വിവാദമായിരുന്നു. ഒരുപക്ഷെ കരാറ് റദ്ദാക്കപ്പെടും എന്നൊരു സാഹചര്യം വന്നപ്പോൾ കേരഫെഡ് തന്നെ വീണ്ടും മുൻകൈ എടുത്തുകൊണ്ട് മൊത്ത വ്യാപാരികൾക്ക് നൽകുന്ന വിലയിൽ ഒരു 15% കമ്മീഷനായിട്ട് കൂടി എടുക്കാം എന്ന ഒരു നിബന്ധന വെച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ ഈ ബിന്ദു മേനോന്റെ കമ്പനിക്ക് കേരഫെഡ് ആ ഒരു ദുബായിൽ വെളിച്ചെണ്ണ വിൽക്കാനുള്ള കരാർ നൽകുന്നത്. ഒപ്പം തന്നെ മിൽമയുടെ ചെയർമാനായിട്ടുള്ള KS മണി പറയുന്നത് ഇത്തരത്തിൽ തങ്ങൾ കരാറുകളൊന്നും വിളിച്ചിട്ടില്ല, വിജ്ഞാപനം ഇറക്കുകയോ ഒന്നും തന്നെ ടെൻഡർ വിളിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. കമ്പനി സ്വയം താല്പര്യം പ്രകടിപ്പിച്ചുകൊണ്ട് തങ്ങളുമായി വന്ന ചർച്ച നടത്തുകയാണ്. ആ ചർച്ചയുടെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിൽ ഈ പറയുന്ന മിഡ്നൈറ്റ് എസ്എം ഗ്ലോബലുമായിട്ട് ഉൽപ്പന്നങ്ങള് ഓസ്ട്രേലിയ, ന്യൂസിലൻഡ് പോലുള്ള രാജ്യങ്ങൾ വിൽക്കാനായിട്ട് കരാർ ഒപ്പുവെച്ചിരിക്കുന്നത് എന്നാണ് മിൽമ ചൂണ്ടിക്കാട്ടുന്നത്. പ്രതിമാസം ഏതാണ്ട് 20 ലക്ഷം രൂപയുടെ പാൽ ഉൽപ്പന്നങ്ങളും ഒക്കെ തന്നെ എടുക്കണം എന്നതാണ് ഈ കരാറിൽ പറയുന്നത്. അപ്പോൾ ഗണേഷ് കുമാറിന്റെ ഭാര്യ എന്നുള്ള ഒരു കപ്പാസിറ്റിയിൽ മാത്രമാണ് ബിന്ദു മേനോന് ഈ കരാറുകൾ ലഭിച്ചിരിക്കുന്നത് എന്ന വളരെ ഗുരുതരമായിട്ടുള്ള ആരോപണമാണ് വരുന്നത്. സാധാരണയായിട്ട് ഒരു സർക്കാർ അവരുടെ കീഴിലുള്ള സ്ഥാപനങ്ങളൊക്കെ തന്നെ ഏതെങ്കിലും ഒരു കരാറുകൾ ഒരു കമ്പനിക്ക് കൊടുക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അത് ടെൻഡർ വിളിക്കാറുണ്ട്, വിജ്ഞാപനം വിളിക്കാറുണ്ട്, താല്പര്യപത്രം ഒക്കെ തന്നെ വിളിക്കാറുണ്ട്. അതിനനുസരിച്ച് നിരവധി കമ്പനികൾ അപേക്ഷിക്കും. അതിനകത്ത് തങ്ങൾക്ക് ലാഭമാകുന്ന കരാർ ഏതാണോ അതിനാണ് സർക്കാരുകൾ അല്ലെങ്കിൽ ആ സ്ഥാപനങ്ങൾ ഒപ്പുവെക്കുക. എന്നാൽ ഇവിടെ അത്തരത്തിലുള്ള താല്പര്യപത്രങ്ങൾ ഒന്നും തന്നെ ക്ഷണിക്കാതെ ഒരു മന്ത്രിയുടെ പത്നി എന്നുള്ള നിലയിൽ ആ മിഡ്നൈറ്റ് എസ്എം ഗ്ലോബൽ എന്ന് പറയുന്ന കമ്പനിക്ക് മാത്രം വളരെ പ്രധാനപ്പെട്ട ചില കരാറുകൾ കൊടുത്തതിന്റെ നിർണായകമായിട്ടുള്ള വിവരങ്ങളാണ് ഇന്ന് ഒരു ദിനപത്രം പുറത്തുവിട്ടിരിക്കുന്നത്. ഒരുപക്ഷെ ഇത്തരത്തിലുള്ള കരാറുകൾ ഉള്ളത് കൊണ്ടാണോ ഈ പറയുന്നത് പോലെ അത് വെച്ചുള്ള ഒരു ഭീഷണി വല്ലതും നടത്തിയത് കൊണ്ടാകുമോ ഈ പറയുന്ന പോലെ ബിന്ദു മേനോൻ ഗണേഷ് കുമാറിനെതിരായിട്ടുള്ള പരാതിയിൽ നിന്നും പിൻവാങ്ങിയത് എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇപ്പോൾ പൊതുസമൂഹത്തിൽ ചർച്ചയായിട്ട് വരുന്നുണ്ട്. എന്തായാലും ഗണേഷിനെ സംബന്ധിച്ച് കൂടുതൽ കുരുക്കാകുന്ന വാർത്തയാണ് ഇന്നും പുറത്തു വന്നിരിക്കുന്നത്. ഗണേഷിന്റെ ഭാര്യയായിട്ട് ബിന്ദു മാത്രം, മന്ത്രിയുടെ പത്നി ആയതുകൊണ്ട് മാത്രം ബിന്ദു മേനോന്റെ കമ്പനിയായിട്ടുള്ള മിഡ്നൈറ്റ് ഗ്ലോബലിന് വളരെ നിർണായകമായിട്ടുള്ള ചില കരാറുകൾ ഈ പറയുന്ന പൊതുമേഖലാ സ്ഥാപനമായിട്ടുള്ള കേരഫെഡും ഒപ്പം മിൽമയും നൽകി എന്ന വെളിപ്പെടുത്തലാണ് പുറത്തു വന്നിരിക്കുന്നത്. അത് ഇതിനോടകം തന്നെ ഗണേഷ് കുമാറിന് എതിരെ ആയുധമാക്കുകയാണ് പ്രതിപക്ഷം. ഗണേഷ് കുമാറിനെ കൂടുതൽ പ്രയോഗത്തിലാക്കുന്നതാണ്. മുൻപ് കഴിഞ്ഞ 2 ദിവസങ്ങളിലായിട്ട് ഗണേഷ് കുമാറിനെതിരായിട്ടുള്ള ചില വാർത്തകളാണ് പുറത്തു വരുന്നത്. ഇപ്പോൾ ഗണേഷ് കുമാറിനെ ഒപ്പം തന്നെ ഭാര്യയും കൂടി കൂടുതൽ കുരുക്കിലേക്ക് നയിക്കുന്ന തരത്തിലുള്ള ചില വെളിപ്പെടുത്തലുകളോട് കൂടിയിട്ടുള്ള വാർത്തയാണെന്ന് മലയാള മനോരമ എന്ന പത്രം പുറത്തുവിട്ടിരിക്കുന്നത്.